വാട്ട്സ്ആപ്പ് ബോയ്സും ഗേൾസും കാണുന്ന വിചാരിക്കുന്നത് ഇന്നത്തെ വീഡിയോയ്ക്ക് നമ്മളൊരു മൂവി കാണാൻ വേണ്ടി പോവുകയാണ്. കമ്പൊക്കെ ഇരിക്കുന്നല്ല മോന്തയ്ക്ക്. നമ്മൾ പെട്ടെന്ന് ഇറങ്ങുവാണ്, അറ്റ്ലീസ്റ്റ് ഒരു 40 മിനിറ്റ് മുമ്പേ. എന്ന് വെച്ചാൽ ഈ പൂച്ചനെയൊക്കെ ഇറക്കിയിട്ടാണ് നമുക്ക് പോകേണ്ടത്. ഇത് ശീലമായെന്ന് തോന്നുന്നു. എനിക്ക് ഇനിമൂന്ന് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. രണ്ടെണ്ണം ഓൾറെഡി പുറത്തുണ്ട്. നമുക്ക് പെട്ടെന്ന് ജോലി നിർത്തിയിട്ട് പെട്ടെന്ന് പോകണം. രണ്ടെണ്ണം എന്തേ അകത്തിരിപ്പുണ്ട്. അമ്മരെ ജസ്റ്റ് സ്കൂട്ടി ഇറക്കുക. ഉറങ്ങുക പാവങ്ങൾ. അയ്യോ പാവം എഴുന്നേറ്റ്. ഹയ്യാ ഹയ്യാ ഹമന്മയാ ഹയ്യാ ഹോ ലെറ്റ്സ് ഗോ. ഞാൻ ഇതുവരെ ഈ വിൻഡോ ഡൗൺ ചെയ്തിട്ടില്ല. അറിയാവോ? ഒരു വിൻഡോ ഡൗൺ ചെയ്തിട്ടില്ല. അവർ പറഞ്ഞത് ഒരു ദിവസം വെക്കണമെന്നാ. ഇപ്പം 2 ദിവസമായി. അപ്പോൾ അവർ ഏറ്റവും എഡ്ജിലാണ് ഇത് ഫിക്സ് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. കാണാൻ പറ്റുന്നുണ്ട്. അവർ അറ്റത്താണ് കിടക്കുന്നത്. സാറിന് കുറച്ച് ഗ്യാപ്പ് ഇട്ടാ ചെയ്യുന്നതെന്ന് അവർ പറയുന്നത്. കുറച്ച് വാട്ടർ ഡ്രോപ്ലെറ്റ്സ് പോകാനുണ്ടെന്ന് തോന്നുന്നു. അത് പോകുമെന്ന് തോന്നുന്നു. ഡീമൺ സ്ലെയർ കാണാൻ വേണ്ടി പോവുകയാണ്. ഡീമൺ സ്ലെയർ എനിക്ക് വയ്യ. ഞാൻ ആനിമേ സാധാരണ ഇതുവരെ കണ്ടിട്ടില്ല ഞാൻ തിയേറ്ററിൽ. അപ്പോൾ ദിസ് ഗോണ ബി എ ഫസ്റ്റ്. അപ്പോൾ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും. വളരെ ചുരുക്കത്തിലെ മൂവീസും തിയേറ്ററിൽ പോയി കാണാറുള്ളൂ. ഒടുക്ക നല്ലതാണെന്ന് റെക്കമെൻഡ് ചെയ്ത് മാത്രമേ ഞാൻ പോകാറുള്ളൂ. പക്ഷെ എന്ത് ചെയ്യാനാ, ഈ ഡീമൺ സ്ലെയർ ഇറ്റ് ഹോൾഡ്സ് എ സ്പെഷ്യൽ പൊസിഷൻ. എന്ന് വെച്ചാൽ എൻ്റെ അവസാനത്തെ എപ്പിസോഡ്സ് ഒക്കെ കിടിലമായിരുന്നു. നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ ഞാൻ കുറേ ആനിമേ കാണുന്ന കൂട്ടത്തിലാണ്. ഈ കുറച്ച് പേര് ഈ ഇടക്ക് ലൂഫിയുടെ കാര്യം പറഞ്ഞിറങ്ങുന്ന കണക്ക് യൂട്യൂബറിൽ പെട്ടല്ല ഞാൻ വർഷങ്ങളായി ആനിമേ കാണാനായിട്ട് 19-18 വർഷമായി കാണും. ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടില്ല. അവിടെ നിന്ന് ബുക്ക് ചെയ്യണം. ഈ ഒരു 2 മണിക്ക് സമയത്തായതുകൊണ്ട് വലുതായിട്ട് ആൾക്കാരൊന്നും കാണത്തൊന്നുമില്ല. ചേട്ടാ എന്തുവാണ് ചാകാൻ നോക്കുവാണോ? പൊക്കോളാം. ഞാൻ ഇടിച്ചിട്ട് പോയത് എങ്ങനെയാണ്. എൻ്റെ ക്യാമറമാൻ ആനിമേ കണ്ടിട്ടേ ഇല്ല. അപ്പം ആനിമേ കണ്ടിട്ടില്ല നീ? അവൻ ആദ്യമായിട്ട് അവൻ കണ്ടിട്ടേ ഇല്ല. ആനിമേ എന്ന് പറഞ്ഞ സംഭവം അറിയത്തില്ല. അപ്പം ആദ്യമായിട്ട് അവൻ ഒരു ആനിമയും കാണാതെ ഒരു ആനിമയുടെ പകുതി ഭാഗത്തുനിന്ന് ഒരു മൂവി കാണാൻ പോവുകയാണ്. അപ്പോൾ അവൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. വലുതായിട്ട് എന്ത് കാണുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ കത്തിയും കുത്തും അല്ല വെട്ടും കുത്തും പിന്നെ പൊട്ടിത്തെറിയൊക്കെ ആയിരിക്കും. എന്നാലും അവൻ ഇഷ്ടപ്പെടില്ലേ നമുക്ക് അവസാനം അറിയാം. എന്നാൽ നമുക്ക് ടിക്കറ്റ് എടുക്കട്ടെ. 3 മണി 6 ലാഗ് ആണെന്നോ? എന്തിനു 2 മണിയുടെ വരെ 3:30 ആവുമെന്ന് ഞാൻ ചോദിക്കട്ടെ. 2 മണിക്ക് ഓൺലൈൻ ഇതിനകത്ത് ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ ആ ഡിസ്ട്രിക്റ്റിനകത്ത് കാണിക്കുന്നില്ല. പുറത്തുള്ള പിള്ളേർക്ക് നിങ്ങൾ 3:30 ആകുമ്പോൾ സ്റ്റാർട്ട് ആവുമെന്ന് പറഞ്ഞല്ലോ. ഇനിയിപ്പോ 6 മണിയാക്കിയ പിന്നെ പുറത്തുള്ളവർക്ക് 3:30 പറഞ്ഞു വെച്ചിരിക്കുന്നത്. പൈസ റീഫണ്ട് ആവുന്നതന്നെ അല്ലല്ല. നിങ്ങളൊരു ഷോ 2 മണിക്ക് ഇട്ടിട്ട് വന്നിട്ട് പിന്നെ നിങ്ങൾ അരമണിക്കൂർ മുമ്പ് ഷോ ക്യാൻസൽ ആയെന്ന് പറഞ്ഞു. 1 മണിക്കൂർ മുമ്പ് തന്നെ മാറ്റിയിട്ടുണ്ട്. ഞങ്ങൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. 1 മണിക്ക് മുമ്പ് ഞങ്ങൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. കസ്റ്റമേഴ്സിനെ ഞങ്ങൾ വിളിച്ച് ഇൻഫോം ചെയ്യുകയും ചെയ്തു. ഞങ്ങളുടെ ഭാഗത്ത് ഞങ്ങൾ ഇത് ഉണ്ടാകാതിരിക്കാൻ മണിക്കൂർ ചെയ്താണ്. അതല്ല കസ്റ്റമേഴ്സ് വന്നിട്ട് ഞങ്ങൾ പ്രശ്നം ഉണ്ടായിരുന്നു. അത് അവർ വീട്ടിലായിരുന്നു. അവരുടെ എല്ലാവരും വീട്ടിൽ കറക്റ്റ് ഇൻഫോം ചെയ്യുകയും ചെയ്യും. ഞങ്ങൾ 8 പേരായിരുന്നു ഓൺലൈനിൽ ഉണ്ടായിരുന്നു. അവരൊക്കെ ഇൻഫോം ചെയ്യും. ഇവർക്ക് നമ്പർ ഇല്ലാത്തത് ഞങ്ങൾക്ക് ഇൻഫോം ചെയ്യാൻ പറ്റാം. നിങ്ങൾ മൊത്തം ഇവിടെ 12 പേര് ഇവിടെ വന്ന് സ്പോട്ടിൽ എടുത്തവര്, 8 പേര് ഓൺലൈൻ എടുത്തു. കണക്ക് തിയേറ്റർ ഫില്ലാത്തോണ്ടല്ലേ? തിയേറ്റർ ഫില്ലാത്തോണ്ടല്ല, ഒരു ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ചെയ്യാത്തത്. അല്ലാതെ ഫില്ലാത്തോണ്ടോ? ഫില്ലാത്ത നല്ല രീതിയിൽ ആള് കയറുന്നുണ്ടായിരുന്നു. ഒരു കുഴപ്പമില്ല. ഇവിടെ മഹാ ഷോ കാണുന്നത്. തിയേറ്റർ 2 മണിക്ക് ഉണ്ടെന്ന് മൂവി പറഞ്ഞ് ആ മൂവിക്ക് വേണ്ടി ഞാൻ സമയം എടുത്ത് വന്നതാണ്. ഇവിടെ കിണ്ടി ഒരു സാധനം ഇല്ല. ഞാൻ ടിക്കറ്റ് എടുത്തില്ല. ഞാൻ ഓൺലൈൻ 6 മണിക്കാണെന്ന് പറയുന്നത്. 6 മണിക്കാണ് ഷോ മാറ്റി 6 മണിക്കാക്കിയത്. അതാണ് നിങ്ങളുടെ കാര്യം ചോദിച്ചത്. അപ്പൊ നിങ്ങളുടെയൊക്കെ ഇതുവരെ പറഞ്ഞില്ലേ? അതിൻ്റെ ഇടയ്ക്ക് ഇപ്പൊ 6 മണി പറഞ്ഞല്ലേ? നിങ്ങളിവിടെ 3:30 വരെ പോസ്റ്റ് ചെയ്തിട്ട് പിന്നെ ഒരു 6 മണി പറയാനാണ്. പോയി ചോദിക്കും കേട്ടാ. ഞാൻ ഓൺലൈൻ ബുക്ക് ചെയ്താൽ കൺസ്യൂമർ കോർട്ട് പോയാനേ. കൺസ്യൂമർ കോർട്ട് പോയിട്ട് വല്ല നടക്കുമെങ്കിൽ നടക്കും. നടക്കില്ലെങ്കിൽ ഞാൻ പറയും എൻ്റെ സമയങ്ങൾ നിന്ന് വളരെ കുറവ് സീറ്റേ ബുക്കുള്ളായിരുന്നു ഓൺലൈന്. അതുകൊണ്ടാണ്. അല്ലേ ഇത് അവർ എന്താണ് വല്ല പവർ പപ്പൂൻ്റെക്ക് പോയി പറഞ്ഞാൽ മതി. ഇത് എന്താണ് എററാണത്. 6 മണിക്ക് കറക്റ്റ് എറർ മാറും അടുത്ത ഷോയ്ക്ക്. എനിക്ക് വിഷമം എന്ന് പറഞ്ഞാൽ ഈ പിള്ളേരെ 3:30 വരെ ഇവിടെ നിർത്തി വെച്ചിരിക്കുമായിരുന്നു. അവർക്ക് ഞാൻ പറഞ്ഞു പോയി ചോദിക്കാൻ. അല്ലെ അവന്മാർ 1.5 മണിക്കൂറായിട്ട് അത് എടുത്ത് പറയും 6 മണിക്ക് വരെ. ഓൾറെഡി എത്ര മണിക്ക് ടിക്കറ്റ്? എത്ര മണിക്കാണ് ടിക്കറ്റ്? എടുത്ത ടിക്കറ്റ് 2 മണിയാണ്. അടുപ്പം എത്ര മണിക്കാണ് ടിക്കറ്റ്? അവർ സമയം പറയും. ഡെഫിഷ്യൻസി ഓഫ് സർവീസിന് കൺസ്യൂമർ കോർട്ടിൽ ഫയൽ ചെയ്യും. ഞാൻ തമാശ പറഞ്ഞു. നിങ്ങളൊക്കെ ഫയൽ ചെയ്ത് ഇടണല്ലേ? അപ്പൊ ഇത്ര സമയം കളഞ്ഞ് വണ്ടി എടുത്ത് ഇത്ര വരുമ്പം നിങ്ങൾക്ക് ഉള്ള നിങ്ങളുടെ എന്താണ് കോമ്പൻസേറ്റ് ചെയ്തതെന്നാണ്. ഞാൻ ആരും ഫയൽ ചെയ്യാത്തതാണെന്ന് എനിക്ക് ടിക്കറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഫയൽ ചെയ്തിട്ട് ഇറക്കിയത്. കോട്ടയത്ത് പോവാം.
മൂവി കാണാൻ. അപ്പൊ ഇവിടെ സിനിമ തുടങ്ങാം. അവിടെ പിന്നെ എത്തുന്ന സമയത്ത് ഇവിടെ സിനിമ തുടങ്ങും. ഓടിക്കും. പക്ഷെ ഇവിടെ വെറുതെ ഇരിക്കേണ്ടി വരത്തില്ലടാ വൈകുന്നേരം വരെ. വെറുതെ ഇവിടെ തിന്നിരിക്കുന്നേ. ഇവിടെ ഇരിക്കണ്ട, നമുക്ക് ഓട്ടോ നമുക്ക് ഓടിച്ചെത്തുമ്പോ നമ്മൾ അവിടെ എത്തുമ്പോ മൂവി കാണുന്നത്. അവിടെ എത്തുമ്പോ കറക്റ്റ് ടൈമിൽ മൂവി ഉണ്ടെന്ന് ഉറപ്പ്. അത് നമ്മളിവിടെ നോക്കിട്ട് പോകും. അവിടെ എത്തുന്ന ടൈമിൽ ഇവിടെ സിനിമ തുടങ്ങുമല്ലോ. പക്ഷെ ഇവിടെ വെയിറ്റ് ചെയ്യണ്ടേ? അവിടെ ആകുമ്പോ എത്തുകയല്ലേ, നമ്മൾ ട്രാവൽ ഒരു സ്ഥലത്തോട്ട് പോയിട്ട് അവിടെ എത്തുകയും. അപ്പൊ നമ്മൾ വെയിറ്റ് ചെയ്യാനായിട്ട് തോന്നുന്നില്ല. ഓ മനസ്സിലായ? അപ്പൊ കോട്ടയത്തോട്ട് പോണേ നോക്കട്ടെ. സമയം നോക്കിയേ. സമയം ഇപ്പൊ രണ്ട് കാലാകുന്നു. അത് കുറച്ച് ആൾക്കാരല്ലേ. പറയാൻ പറ്റത്തില്ല ആൾക്കാർ കാണുന്നുണ്ടോ ഇല്ല എന്നുള്ള കാര്യമൊക്കെ. ഒരു മിനിറ്റ്, എന്താ എന്നെ കാണാൻ വേണ്ടി 2-3 പിള്ളേർ വന്നിരിക്കുകയാണ് മാനേജറിന്റെ വീടിന്റെ അടുത്തുനിന്ന്. എന്നെ അറിയാവോ? ആരാ? ജോലി ചെയ്യാൻ സമ്മതിക്കത്തില്ല. സ്റ്റുഡിയോ എന്റെ കയ്യിലിരിക്കണം. സ്റ്റുഡിയോ എന്റെ കയ്യിലില്ല. കൊല്ലുതേ സ്റ്റുഡിയോ എറണാകുളത്തോട്ട് 2 നമ്മള് നോക്കിയില്ലേ. 2 നോക്കിട്ട് കിട്ടിയിട്ടില്ലല്ലോ സ്റ്റുഡിയോ. ഏതെങ്കിലും ഒരു സ്റ്റുഡിയോ സ്റ്റുഡിയോ കിട്ടുന്നില്ല എനിക്ക്. അയ്യോ 6 പെൺപിള്ളേർ 8 പെൺപിള്ളേരും 5 ആണുങ്ങൾക്ക് നിക്കാൻ പറ്റിയ ഒരു വെള്ള സ്റ്റുഡിയോ. നമ്മള് പെയിന്റ് അടിച്ച് ഇറക്കേണ്ടി വരും. എറണാകുളത്ത് പോലും നല്ല സ്റ്റുഡിയോ ഇല്ല, വലുത് എല്ലാം ചെറുതാ. പിന്നെ അന്ന് നമ്മള് 2 സ്റ്റുഡിയോ പോയി നോക്കിയായിരുന്നല്ലോ, അതെന്തായി? അതാ അത് പോരാ. ഇവരെന്തോ പറ്റി? സ്റ്റുഡിയോ 4-5 വീഡിയോ മിനിമം ഒരു മാസം എനിക്ക് പോകണം. ഇപ്പൊ വന്നത് ഒന്നാ പോകുന്നത്. ഞാൻ സ്വന്തമായിട്ടൊരു സ്റ്റുഡിയോ ഇടുന്നതായിരിക്കും നല്ലത്. ഇങ്ങനെ ഈ 8000 രൂപയുടെ വാടകയ്ക്കുള്ള സ്റ്റുഡിയോ മേടിച്ചിട്ട് അതും ചെറുത്. സ്വന്തമായിട്ടൊരു സ്റ്റുഡിയോക്ക് എത്ര രൂപ വരും? ഒരു 5 ലക്ഷം, ഒരു 10 ലക്ഷം രൂപയെങ്കിലും വരും. 10 ലക്ഷം 5-നൊക്കെ എന്ത് കിട്ടാൻ? 5-ന് ചെറിയൊരു മുറി പോലും പണിയാൻ പറ്റത്തില്ല ഇപ്പോഴത്തെ കാലത്തൊക്കെ. നമുക്ക് ഇത്രയും പേരെ നിക്കണ്ടേ? ഒരു ആടുണ്ടായിരുന്നു, അത് കാണുന്നില്ല. ഒരു മനുഷ്യനൊക്കെ കരയുന്ന ഒരാട് ഇവന്റെ വീടിന്റെ സൈഡിലായിട്ട് കിടന്ന് കിടന്നു എന്നൊരു കാറില്. തുടക്കത്തെ ഫസ്റ്റ് ദിവസമൊക്കെ വന്നപ്പോൾ ഞാൻ വിചാരിച്ചത് എന്താണെന്ന്. സിനിമ കിടന്ന് മനുഷ്യനൊക്കെ ഏതൊരു മനുഷ്യനായിട്ട് ആരോ അടിക്കുന്നതൊക്കെ ഒരു സൗണ്ട്. എവിടെയാ കാണുന്നത് അറിയാമോ? മെയിൻ സംഭവങ്ങൾ സ്റ്റാർട്ട് ആവുന്നുള്ളൂ. ഇപ്പൊ ലേറ്റ് അല്ലേ? ക്യാരക്ടർ ഇൻട്രൊഡക്ഷൻ ആണ്. നിനക്ക് എന്തുവാണ് സബ് ടൈറ്റിൽ വായിച്ച ശീലമുണ്ടോ? ഇല്ലല്ലേ? തിരിച്ച് ഒരു സബ് ടൈറ്റിലും വായിക്കുക. നീ അവിടെ ഫോണും നോക്കിയിരിക്കല്ലേ? അവനെ കിണ്ടി മനസ്സിലാവുന്നില്ല. എന്തായാലും മനസ്സിലായ എനക്ക്? എന്തൊക്കെയോ ആരോ ഒക്കെ ചാകുന്നു, എവിടെയൊക്കെ ചോര തെറിക്കുന്നു. സെക്കൻഡ് ഹാഫിൽ കുറച്ച് ഫ്ലാഷ് ബാക്ക് ഉണ്ടാകുമ്പോൾ എന്തൊക്കെ മനസ്സിലായി. കുഴപ്പമില്ല. ഇവന് ആദ്യമായിട്ടൊരു ആനിമ കണ്ടു, കിളി പോയണക്ക് ഇരിക്കുവായിരുന്നു. പക്ഷെ കുഴപ്പമില്ല. എന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു തിയേറ്ററിനകത്തൊരു ആനിമ കാണുന്നത്. തിയേറ്ററിനകത്ത് ആനിമ നല്ലതാ. കുറച്ച് കൂവലും അത് ഇതൊക്കെ ഉണ്ട്. സാറിന് ആനിമ കാണുമ്പോൾ ഒറ്റയ്ക്ക് കാണുന്ന ആ ഒരു വ്യത്യാസമല്ല. പക്ഷെ എനിക്ക് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അല്ലേ? പിന്നെ സൈഡിലോട്ടൊരു മൂലക്കായിരുന്നു ആ ഒരു വൃത്തിയുടെ കാരണം. ടെസ്റ്റ് റോസിന്റെ റിസൾട്ട് കിട്ടിയായിരുന്നു കേട്ടോ. ഏറ്റവും ആദ്യത്തെ 40 ദിവസം മുമ്പേ 454 എങ്ങാണ്ടായിരുന്നു. ഞാൻ സ്ക്രീനിലിടാം. ആയിട്ട് ഇപ്പോൾ അത് കിട്ടിയിരിക്കുന്നത് 527. ഓൾമോസ്റ്റ് 15% ഇൻക്രീസ് ബോയ്സ്. ഞാൻ ഇതിനു മുമ്പേ ഇതിൽ കൂടുതൽ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. സമയം എടുക്കും. എനിക്കൊന്ന് ഓരോ മാസം കൂടുമ്പോൾ കുറച്ചായിട്ട് കൂടി വരുമെന്നാ. എൻ്റെ എയിം ഒരു 1000 പോയി മുട്ടിക്കാനാണ് മോനെ. 1000 ടെസ്റ്റോസ്റ്ററോൺ എന്നൊക്കെ പറയുമ്പോൾ ആണത്ത് ഇങ്ങനെ തടിച്ച് തീർത്തിരിക്കുന്നു. ഈ മുഖത്തും ശരീരത്തും എല്ലാം കാണാൻ പോയിരിക്കും ആണത്ത് ഈ ടെസ്റ്റോസ്റ്ററോൺ കൂടി വരുമ്പോൾ.